കരിങ്ങാച്ചിറ പള്ളിയിൽ നിന്നല്ലേ? കരിങ്ങാച്ചിറ പള്ളിയിലെ അച്ഛന്മാരാണ്, വൈദികരാണ്. വലിയ പാരമ്പര്യമുള്ള കരിങ്ങാച്ചിറ പള്ളിക്ക് കരിങ്ങാച്ചിറ കത്തനാർ എന്ന ഒരു പ്രയോഗം തന്നെ നമ്മുടെ അത്തച്ചമയും ഒക്കെ ബന്ധപ്പെട്ടുണ്ട്. അപ്പം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി. ഫാദർ റിജോ. അപ്പോ ഫാദറെ, നമ്മൾ ഇറങ്ങിയത് ഒരു ദൗത്യമായിട്ടാ. എനിക്ക് തോന്നുന്ന കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ഒരു അൾട്ടിമേറ്റ് വാർ നടത്തേണ്ട സമയമായി. അത്ര കൂടുതൽ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഇതിൽ പെട്ടുപോയിരിക്കുന്നു ഈ രാസലഹരി അതേപോലുള്ള സംഭവങ്ങളിൽ. അപ്പോൾ അച്ഛൻ അറിഞ്ഞു കാണുമല്ലോ അതിനെ കുറിച്ചൊക്കെ? പിന്നില്ലേ, സത്യം പറഞ്ഞാൽ വലിയൊരു അഭിമാനം സാറിനെ കുറിച്ച് ഇപ്പൊ തോന്നുന്നുണ്ട്. പലതരം ആഘോഷങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു ആഘോഷമാണ്. വെയിൽ കൊള്ളുന്ന പരിപാടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയാണ് വെയിൽ കൊള്ളുന്നത്. ഈ വെയിലേറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ തളരാതിരിക്കാൻ ഈ വെയിലേൽക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ സാറിന് 4 പതിറ്റാണ്ടോളമുള്ള മാധ്യമരംഗത്ത് സജീവമായി സാന്നിധ്യം വഹിക്കുന്ന സാറിന്റെ ഈ സാമൂഹിക പ്രതിബദ്ധതയെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. എന്തായാലും ഫാദറിന് നന്ദി. അപ്പൊ ഈ ഫാദർ ഇതിനകത്ത് നമ്മുടെ എസ്പെഷ്യലി എനിക്ക് സഭയ്ക്കൊക്കെ ഇതിനകത്ത് റോളുണ്ട്. കാരണം ആർക്കൊക്കെ ജനസമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും അവർക്കൊക്കെ ഇതിൽ റോളുണ്ട്. കാരണം ഇത് ഒരാളോ ഒരു സർക്കാരോ പ്രതിപക്ഷമോ ഒന്നും വിചാരിച്ചാൽ നേരെയാക്കാൻ പറ്റില്ല. കാരണം ഇത് അത്ര കൂടുതൽ അഡിക്റ്റായി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ ഞങ്ങൾ പറയാം. ഞങ്ങളിപ്പോൾ 6-7 ജില്ലകൾ കടന്നു. ഞങ്ങൾ കടന്നപ്പോൾ ഒരു പഞ്ചായത്ത് പോലും ഇതിൽ നിന്ന് മുക്തമല്ല. ഒരാളെങ്കിലും അവിടെ ഉണ്ട്. അതെ, അത്രമാത്രം ലഹരിയുടെ കരാള ഹസ്തം നമ്മുടെ തലമുറകളെ ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദേവാലയം കേന്ദ്രീകരിച്ചുമെല്ലാം അതിനെതിരെ പ്രവർത്തനം ചടുലമായി തന്നെ നടത്തുന്നുണ്ട്. നമുക്ക് ഒരുമിച്ചാൽ ഇതൊക്കെ പള്ളികളിൽ വായിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതെ, ലഹരിക്കെതിരെ വലിയൊരു കൂട്ടായ്മ സാറിന്റെ ഈ പ്രവർത്തനമൊക്കെ മൂലം വരുന്നുണ്ട്, അവബോധം വരുന്നുണ്ട്. അപ്പോ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് നമ്മുടെ നാടിനെ ലഹരി വിമുക്തമാക്കാം. അപ്പോ അതിന് പ്രയത്നിക്കുന്ന സാറിന് പ്രത്യേക അഭിനന്ദനം. ഇന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പുതിയ ബാബ അഭിഷിക്തനായ ശേഷം കേരളത്തിലേക്ക് വരികയാണ്. അതെ, അപ്പൊ നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്താം അല്ലെ? അദ്ദേഹം ലഹരിക്കെതിരെ എപ്പോഴും സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെതിരെ ദേവാലയങ്ങളിലുമെല്ലാം ഈ മദ്യപാനികളും മറ്റ് ലഹരിക്ക് അടിമപ്പെടുന്നവരാരും ഭരണസമിതികളിൽ വരരുതെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളോടും ദേവാലയങ്ങളോടും പള്ളിക്കാര്യത്തും സഭയോടുമെല്ലാം തന്റെ ലേഖനങ്ങൾ മൂലം ഉത്ബോധിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. പുതിയൊരു ദിശാബോധം സഭയ്ക്ക് നൽകും. ലഹരി വിമുക്തമാക്കുവാൻ വേണ്ടുന്ന പ്രയത്നങ്ങളിൽ അദ്ദേഹം ഇതിനോടകം തന്നെ സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തുവാണ്. ഞങ്ങൾ എല്ലാവരും വർദ്ധിതമായ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്റെ ലഹരിയെ കുറിച്ച് ഇപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത്. എന്റെ പേര് ബേസിൽ എന്നാണ്. ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം തന്നെ സഭ വളരെ എന്താ പറയുക, വളരെ ആകുലതയോടെ തന്നെയാണ് ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് സഭയുടെ യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം അതിനെക്കുറിച്ച് വളരെ ഗ്രാഹ്യത്തോടു കൂടി എങ്ങനെ ഇതിനെ നേരിടാം എന്ന രീതിയിൽ സർക്കാരും എല്ലാ സംഘടനകളും ഒക്കെയായിട്ട് കൈകോർത്ത് അതിന് വേണ്ടതായ പ്രവർത്തനങ്ങളിൽ തന്നെയാണ്. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ ഈ ഒരു കാര്യം സഭ വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് സാറിന്റെ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ മാധ്യമ രംഗത്തെ ആ ഒരു 4 പതിറ്റാണ്ട് പിന്നിട്ട ഈ വേളയിൽ ഇതിനെതിരായിട്ട്, ലഹരിക്കെതിരായിട്ട് സാർ ആദ്യം പറഞ്ഞ പോലെ അല്പം വെയിൽ കൊള്ളുന്നെങ്കിലും ആ വെയിൽ കൊള്ളുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും സമൂഹത്തിന് ഒരു പ്രയോജനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു ഫാദർ. വിജയൻ, ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട്. കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അല്ല, നിങ്ങളുടെ വാഹനമൊക്കെ ആൾക്കാർ ഇതിന് വല്ല ഉപയോഗിക്കുന്നുണ്ടോ ഈ ലഹരി കൊണ്ടുപോകാനും? അതൊന്നും നമ്മൾ അറിയുപോലുമില്ല. അറിയത്തില്ലല്ലോ, നമുക്ക് അറിയില്ല. ഉപയോഗിക്കത്തില്ലല്ലോ. നമ്മളൊന്നും ലഹരി ഉപയോഗിക്കുന്ന ആളുകളല്ല. ചെറിയ ലഹരിയല്ല, ഞാൻ കള്ളൊന്നുമല്ല. ഒന്നുമല്ല, നമ്മുടെ ലഹരി നമ്മുടെ കുടുംബമാണ്. അതാണ് നമ്മുടെ ലഹരി. എന്റെ പേര് രാജു. നമ്മുടെ ലഹരി ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജു. നമ്മുടെ വീട് പൊതുവാടിയിൽ, വീട് ഉദയംപേര് ഉദയംപേര് പോസ്റ്റ് ഓഫീസിലെ അല്ലെ പുതുവാടിയിൽ വീട്ടിലെ രാജു പറയുന്നു നമ്മുടെ കുടുംബമാണ് നമ്മുടെ ലഹരി. ഓക്കെ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? ഓട്ടം കുറവാണ്. ശക്തമായ ഒരു സർക്കാരിന്റെ നിയമസഹായം ഇതിനകത്ത് വേണം. അതുകൊണ്ട് സർക്കാർ സജീവം ഇന്ന് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ മാത്രമേ ജനങ്ങൾക്ക് ഓട്ടോ കിട്ടുന്നുള്ള കാര്യം കുഴപ്പമില്ല അല്ലേ? അതൊന്ന് നമ്മുടെ ചൂടായതുകൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങണില്ല. ആളെ പുറത്തിറങ്ങണം നമുക്ക്. ഓക്കെ, താങ്ക് യു.